നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ലോകമല്ല, നിങ്ങൾ എന്നെ കാണും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും, ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങളന്ന് അറിയും. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. കർത്താവായ യേശു തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പോകുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നൊക്കെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ യേശു പറയുകയാണ്, കുറഞ്ഞൊന്നു കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും, പക്ഷേ ലോകം കാണുകയില്ല. കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട്, അതായത് വ്യാഴാഴ്ച പിടിക്കപ്പെടുന്നു, വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെടുന്നു, വെള്ളിയും ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. അത് യേശു മുൻകൂട്ടി പറഞ്ഞിരുന്നു. പക്ഷേ അത് ഉൾക്കൊള്ളാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞിരുന്നില്ല. യേശു പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 നാൾ കൊണ്ട് അതിനെ പണിയാം. തൻ്റെ ശരീരത്തിൻ്റെ കാര്യമാണ്. യോന കടലാനയുടെ വയറ്റിൽ 3 രാവ് 3 പോലെ ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു. അപ്പോൾ യോന മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നത് പോലെ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ശരീരം കല്ലറയിലായിരിക്കും, ഭൂമിയിലായിരിക്കും. ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞിരുന്നു. പക്ഷേ അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അതവർ മറന്നുപോയി. ഇവിടെ യേശു പറയുകയാണ്, കുറഞ്ഞൊന്നു കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും, പക്ഷേ ലോകം കാണുകയില്ല. കർത്താവായ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് കല്ലറയുടെ ആ അടപ്പ് വാതിൽക്കൽ വെച്ചിരുന്ന വലിയ ഭീമാകാരമായ കല്ല് ഒന്ന് മാറ്റിയിട്ടൊന്നുമല്ല. കാരണം യേശുവിൻ്റെ ശരീരം ആത്മശരീരമായിരുന്നു. കല്ലറയിൽ നിന്ന് കല്ല് മാറ്റാതെ പുറത്തു വരുവാൻ യേശുവിന് കഴിയുമായിരുന്നു. പക്ഷേ ലാസർ പുറത്തു വന്നത് കല്ല് നീക്കിക്കഴിഞ്ഞാണ്. ലാസറിൻ്റെ ശരീരം അത് സാധാരണ ശരീരമായിരുന്നു, ഭൂമിയിൽ പണ്ടായിരുന്നത് പോലത്തെ ശരീരം. എന്നാൽ യേശുവിൻ്റെ ശരീരം നമ്മുടെ നരകം, നമ്മുടെ ശിക്ഷയും അടിയും നിന്നയും തുപ്പലും വേദനയും എല്ലാം സഹിച്ചു. ഇനിയിപ്പോൾ ആ പഴയ ശരീരത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഒരാത്മശരീരമാണ് യേശുവിന് ഉണ്ടായിരുന്നത്. കല്ലറയിൽ നിന്ന് അതിൻ്റെ അടപ്പ് മാറ്റാതെ പുറത്തു വരാൻ കഴിയുന്ന ഒരു ശരീരം. അതുപോലെ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചൊരു മുറിയിൽ കഴിഞ്ഞ ശിഷ്യന്മാരുടെ അടുക്കൽ വാതിൽ തുറക്കാതെ അകത്തു വരാൻ കഴിയുന്ന ഒരാത്മശരീരം, അതാണ് യേശുവിന് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത യേശുവോട് പറയുകയാണ്, അത് ലോകം കാണുകയില്ല. അത് വളരെ ശരിയാണ്. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം തന്നെ വിസ്തരിച്ച പീലാത്തോസിൻ്റെ അടുക്കൽ യേശു പോയില്ല ഒന്ന് പേടിപ്പിക്കാൻ. തന്നെ കൊല്ലാൻ വേണ്ടി വലിയ ഗൂഢാലോചന നടത്തിയ മഹാപുരോഹിതന്മാരായ ഹന്നാവിൻ്റെ കയ്യഫാവിൻ്റെ അരമനയിലൊന്നും യേശു പോയില്ല. കുറഞ്ഞ വർഷം അതിൻ്റെ വാതിൽക്കൽ കൂടെ ഒന്ന് നടക്കുക പോലും യേശു ഒരു മധുരപ്രതികാരം യേശു ചെയ്തില്ല. യേശു അന്നത്തെ മൂപ്പന്മാരായ പരീശന്മാരും സാധുക്കരുമായ ഒന്നും ആളുകളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ മുമ്പിലോ യേശു പ്രത്യക്ഷപ്പെട്ടില്ല. യേശു പ്രത്യക്ഷപ്പെട്ടതെല്ലാം തന്നെ പ്രാണതുല്യം സ്നേഹിച്ച തൻ്റെ അപ്പോസ്തലന്മാരുടെയും അല്ലെങ്കിൽ ശിഷ്യരായ സ്ത്രീ പുരുഷന്മാരുടെയും അടുക്കലാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്. അത് വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മയിൽ നിന്ന് പിന്നീട് ഉണ്ടായ കുട്ടികൾക്ക് യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. യാക്കോബിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ 500-ലധികം ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. യേശു രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക്, അല്ലെ തന്നെ ഉപദ്രവിച്ച ആളുകൾക്കൊന്നും യേശു ദർശനം നൽകിയില്ല. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം തനിക്ക് വലിയത് തൻ്റെ ശിഷ്യന്മാരാണ്, തന്നെ സ്നേഹിക്കുന്നവരാണ്. അവർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു.
എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ രാത്രിയിൽ യേശു നടന്ന് പോയിട്ടുണ്ട്. അതുപോലെ ഒരു പ്രഭാതത്തിൽ യേശു മീൻ പിടിക്കാൻ പോയ പത്രോസിൻ്റെ ഒക്കെ അടുക്കൽ ആ കടൽക്കരയിൽ യേശു ചെന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുവാനാണ് ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷത നൽകിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, കുറഞ്ഞൂന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, മറിച്ച് നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞത്. പിന്നീട് നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങളെന്ന് അറിയും. പ്രിയപ്പെട്ടവർ, യേശു ഉയർത്തതോടുകൂടെ വലിയ പ്രത്യാശ, വലിയ ധൈര്യം ശിഷ്യന്മാർക്കുണ്ടായി. യേശു പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യും, പിതാവിൻ്റെ അടുത്തേക്ക് പോകും. നമ്മളും അതുപോലെ തന്നെ ഈ വേദനയും നിന്ദയും പരിഹാസവും ഒക്കെയുള്ള ലോകത്തിൽ നിന്ന് നമ്മൾ യേശുവിനെ പോലെ പറന്നുയരും, പിതാവിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ യേശു പിതാവിലും ആയിരിക്കുന്നത് പോലെ നാമും പിതാവിലാകും എന്ന് ഉള്ള ഒരു പാഠം യേശു പഠിപ്പിക്കാൻ കൂടെയാണ് ഉയർത്തെഴുന്നേറ്റത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് ആത്മരക്ഷ തരാൻ മാത്രമല്ല, മാനസികമായി നമ്മെ ധൈര്യപ്പെടുത്താനും ശാരീരികമായി നമുക്ക് വേണ്ടതെല്ലാം തരാനും, അങ്ങനെ പൂർണ്ണമായി നമ്മെ രക്ഷിക്കാനാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ വരുവാൻ ഇടയായത്. നമ്മുടെ സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കുരിശിൽ നിന്നയും അപമാനവും അല്ലെങ്കിൽ നരകവും ഏറ്റത്. ആ യേശു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് മാത്രം ദർശനം നൽകിയത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾ നിരാശപ്പെടരുത്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, നിങ്ങളും എൻ്റെ പിന്നാലെ വരുവാനായിട്ടിടയായി തീരും. നാം ആ പിതാവിനോടൊത്ത്, അല്ലെങ്കിൽ ഞാൻ പിതാവിനോടൊത്ത് കഴിയുന്നത് പോലെ നിങ്ങളും അന്ന് ഉണ്ടായിരിക്കും. ആ ഒരു പ്രത്യാശയാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.